നമസ്കാരം. ഞാൻ രാജശേഖരൻ, വാസ്തു കൺസൾട്ടൻറ്റ്. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം കന്നിമൂല അഥവാ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് തെക്ക് പടിഞ്ഞാറ് മൂല താഴ്ന്നു കിടന്നാലുണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ച്. വാസ്തുവിധി പറയുന്നത് തെക്ക് പടിഞ്ഞാറ് മൂല ഉയർന്നിരിക്കുന്ന ഭൂമിയാണ് ഏറ്റവും നല്ല ഭൂമി എന്നാണ്. എൻ്റെ അനുഭവം ഒന്ന് രണ്ടെണ്ണം പറയാം. ഒരിക്കൽ കുറേ വർഷം മുമ്പ് ഞാൻ വാസ്തുവിദ്യ പഠിച്ച് ഇറങ്ങിയ കാലത്ത് ഒരു സുഹൃത്തിൻ്റെ കല്യാണത്തിന് ഒരു വീട്ടിൽ ചെല്ലുകയും അവിടെ ചെല്ലുമ്പോൾ അവർ തെക്ക് പടിഞ്ഞാറ് മൂല ഇങ്ങനെ ഇടിഞ്ഞ് കിടക്കുന്നത്, മീൻസ് താഴ്ന്ന് അങ്ങോട്ട് ചെരിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഞാനവർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ ഭാഗം ഒന്ന് കെട്ടി ഉയർത്തി വെള്ളം വടക്കോട്ടോ കിഴക്കോട്ടോ രീതി ആക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അവർക്കതിലൊരു വിശ്വാസം ഉണ്ടായില്ല. എങ്കിൽ തന്നെയും ആ ഇടയ്ക്ക് കല്യാണവുമായി ബന്ധപ്പെട്ട അവിടം ഒന്ന് കെട്ടി വൃത്തിയാക്കി ആ സ്ഥലത്തുനിന്ന് ഞാൻ പറഞ്ഞത് വിശ്വസിച്ചാൽ ഇല്ലെങ്കിലും കിഴക്കോട്ട് വെള്ളം ഒഴുകുന്ന രീതിയിലേക്ക് മാറ്റിയ ശേഷം ഒരു 6 മാസം കഴിഞ്ഞ് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ആ തെക്ക് പടിഞ്ഞാറേ മൂല ഉയർത്തിയ ശേഷം എനിക്ക് ഫിനാൻഷ്യലി ഒരുപാട് മെച്ചമുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ അനുഭവം ഒരിക്കൽ വെള്ളത്തിന് സ്ഥാനം കണ്ടത് തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്കാണ്, കിണറിന്. അവിടെ കിണർ കുഴിച്ച് ധാരാളം വെള്ളമുണ്ട്. പക്ഷേ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ വരവിൻ്റെക്കാൾ ഒരുപാട് ചിലവ് ആ വീട്ടിൽ വരാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ നമുക്ക് തെക്ക് പടിഞ്ഞാറേ മൂല കുഴിഞ്ഞു കിടക്കാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. 2, അവിടെ ജലസാന്നിധ്യം ഒട്ടും നല്ലതല്ല. പിന്നെ ഒരു അനുഭവം എനിക്ക് ഒരിക്കൽ ഉണ്ടായി. അതായത് ഒരു വീട്, അതും വർഷങ്ങൾക്ക് മുമ്പാണ്, പരിശോധിക്കുമ്പോൾ അതിൻ്റെ അവിടെ താമസിച്ചിട്ട് അവർക്ക് താമസിക്കാൻ പറ്റുന്നില്ല, പലപ്പോഴും ഹോസ്പിറ്റലൈസ് ചെയ്യുന്നുണ്ട്. അവിടെ പടിഞ്ഞാറ് ഉള്ള മുറി ഒരു കോർട്ട്യാർഡ് പോലെ കുഴിച്ച് കെട്ടിയിരിക്കുകയാണ് ആ വീടിൻ്റെ. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. കയറി ചെല്ലുമ്പോൾ അത് കാണുകയില്ല. അപ്പോൾ നല്ല ടൈലൊക്കെ ഇട്ട് നല്ല സ്റ്റീലിൻ്റെ ഫെൻസിങ് എല്ലാം കൊടുത്ത് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം പടിഞ്ഞാറ് മുറി ശരിക്കും കോട്ടയാട് പണിയുമ്പോൾ അത് തെക്ക് വടക്കായിട്ട് വടക്ക് കിഴക്കേ മൂലക്കോട്ട് മാറിയിരിക്കുക. നമ്മൾ എങ്ങനെ വരച്ചാലും അങ്ങനെ വരും അത്. അപ്പോൾ ഈ പടിഞ്ഞാറ് മുറി എന്തായാലും ഒന്ന് നൂർത്ത് ശരിയാക്കാൻ പറഞ്ഞു. പിന്നെ അതിന് ചുറ്റളവ് അത്ര കറക്റ്റ് ആയിരുന്നില്ല. അപ്പം അത് പ്രകാരം ചുറ്റളവ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തു. അതുപോലെ അതിന് വാസ്തു മണ്ഡലം ഉണ്ടായിരുന്നില്ല. ഞാൻ വാസ്തു മണ്ഡലത്തേക്ക് വീഡിയോ ചെയ്തിട്ടുണ്ട്. വാസ്തു മണ്ഡലം ഉണ്ടായിരുന്നില്ല. ആ വാസ്തു മണ്ഡലം കൂടെ ചെയ്ത ശേഷം നല്ല വ്യത്യാസം അവർ ജീവിതത്തിലുണ്ടായി. അവർക്ക് ഒരുപാട് മാറ്റം സംഭവിച്ചായിട്ട് അവരെ നേരിട്ട് പറഞ്ഞു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, നിങ്ങൾ വീട് പണിയുമ്പോൾ നിങ്ങളുടെ മുറ്റത്തിൻ്റെ തെക്ക് പടിഞ്ഞാറേ ഭാഗം, തെക്ക് വശവും പടിഞ്ഞാറ് ഭാഗവും താഴ്ന്നു കിടക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നില്ല നിങ്ങളുടെ വീടിൻ്റെ തെക്കും പടിഞ്ഞാറും താഴ്ന്നാണോ കിടക്കുന്നതെന്ന്. അങ്ങനെ താഴ്ന്നു കിടക്കുകയാണെങ്കിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ കിണർ നല്ലതല്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീടൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ കുറച്ച് ഭംഗിക്ക് പടിഞ്ഞാറ് വശത്തോ തെക്ക് വശത്തോ കോട്ടയുടെ ഉണ്ടാക്കാൻ പാടില്ല. അതൊക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം ആകെ ചെറിയൊരു ജീവിതമാണ്. അത് ഏറ്റവും നല്ല രീതിയിൽ, ഞാനിത് പറയുന്നതൊക്കെ വാസ്തുവിദ്യ വിശ്വസിക്കുന്ന ആളുകളോട് മാത്രമാണ്, അല്ലാത്തവർക്ക് എനിക്കിതേക്കുറിച്ച് യാതൊന്നും പറയാനില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പുതിയൊരു വിഷയമായി വരും ദിവസം കാണാം. നന്ദി, നമസ്കാരം.